എൻ്റെ ലോങ് ടേം പോർട്ട്ഫോളിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ആ സ്റ്റോക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് പിക്കിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ടിക്കർ ടേപ്പ് ഉപയോഗിച്ച് ഞാൻ എങ്ങനെയാണത് കണ്ടുപിടിച്ചത് എന്നും കൂടിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഞാൻ എൻ്റെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിലെ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയ സമയത്ത് എൻ്റെ ഒരു ചിന്ത എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽ സ്റ്റോക്ക് വേണം എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുണ്ടായിരുന്നത്. അതിന് കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ചൈനയുമായിട്ട് ഇന്ത്യക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതായത് ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് തടയുന്ന ഒരു രീതിയിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നു. അപ്പോൾ അങ്ങനെ ചൈനയിൽ നിന്ന് പ്രധാനമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കലുകളാണ് പ്രധാനമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് കുറയുന്നതിനനുസരിച്ച് നമ്മളുടെ നാട്ടിലുള്ള തെറ്റില്ലാത്ത കമ്പനികൾ നമ്മൾക്ക് വലിയ നേട്ടം ഭാവിയിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഇടത്തരം സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനി കൂടെ എൻ്റെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിലേക്ക് ഞാൻ ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചു. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്നത് ചുമ്മാ അങ്ങനെ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് അങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മേടിക്കുന്നത് ഒരു പെണ്ണ് കാണാൻ പോകുന്ന പോലെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് പെണ്ണ് കാണാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വീടിനെ പറ്റി അന്വേഷിക്കും, ആളുകളെ പറ്റി അന്വേഷിക്കും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കും അല്ലേ? അപ്പോൾ അതുപോലെ നമ്മൾക്ക് ഒരു സ്റ്റോക്കിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കണം. അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു പ്രത്യേക കാര്യങ്ങൾ അന്വേഷിച്ച് വരുമ്പോഴാണ് നമുക്ക് നല്ല ഒരു ചോയ്സ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ചോയ്സ് കിട്ടിയതിൻ്റെ പ്രോസസ്സാണ് ഇന്നൊരു ഡെമോൺസ്ട്രേഷൻ രൂപത്തിൽ നമ്മൾ കാണിച്ചു തരുന്നത്. ഞാൻ ഈ സ്റ്റോക്ക് കണ്ടുപിടിച്ചത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് പിക്കിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ടിക്കർ ടേപ്പ് ഉപയോഗിച്ചാണ്. അത് സ്റ്റോക്ക് അനാലിസിസും സ്റ്റോക്ക് ട്രാക്കിങ്ങും വളരെ കൃത്യമായിട്ട് നമ്മളെ നടത്താൻ സഹായിക്കുന്ന ധാരാളം സ്ക്രീനറുകൾ അവൈലബിൾ ആയിട്ടുള്ള, അതായത് നമ്മൾക്ക് സ്റ്റോക്കുകളെ അതിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്, അതായത് ഏതൊക്കെ കാര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് സ്റ്റോക്കുകൾ വേണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾക്ക് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാനും സ്റ്റോക്കുകളെ കമ്പയർ ചെയ്യാനും നമ്മളുടെ സെലക്ഷനിലേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ടിക്കർ ടേപ്പ്. അപ്പോൾ അങ്ങനെ ഞാൻ എങ്ങനെ ഈ സ്റ്റോക്കിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് അറിയാനായിട്ട് ഈ ഡെമോൺസ്ട്രേഷൻ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. നമ്മളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത ടിക്കർ ടേപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ കാണുന്ന മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ്, സ്ക്രീനർ, സ്റ്റോക്സ്, അങ്ങനെ പറഞ്ഞ് പല സെക്ഷനുകൾ കാണാം. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്ക്രീനർ എന്ന് പറയുന്ന സെക്ഷനാണ്. ഇതിൽ നമ്മൾക്ക് പുതിയതായിട്ടൊരു സ്ക്രീനർ ആഡ് ചെയ്യാനായിട്ട്, അതായത് സ്റ്റോക്കുകളെ കണ്ടുപിടിച്ച് അതിൻ്റെ പ്രോപ്പർട്ടികൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതിനെയാണ് സ്ക്രീനർ എന്ന് പറയുക. അപ്പോൾ ഞാനിവിടെ പുതിയൊരു സ്ക്രീനർ ആഡ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ സ്റ്റോക്ക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞെടുക്കുന്നത് മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ നിന്നാണല്ലോ എനിക്ക് ഒരു സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ മിഡ് ക്യാപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് ശേഷം സെക്ടർ എനിക്ക് വേണ്ടത് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ടറാണ്. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് സ്പെഷ്യാലിറ്റി എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് അവിടെ കാണിക്കുന്നുണ്ട്, സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്യുന്നു. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടി ഞാൻ സെലക്ട് ചെയ്യുന്നത് കഴിഞ്ഞ 5 വർഷത്തെ ഇതിൻ്റെ ഗ്രോത്ത് റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിൽറ്ററാണ്. അപ്പോൾ ഞാനൊരു ഫിൽറ്റർ, ന്യൂ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് അവിടെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ 5 ഇയർ ഹിസ്റ്റോറിക്കൽ റവന്യൂ എന്നുള്ളത് നോക്കുന്നു. അത് ആഡ് ഫിൽറ്റർ കൊടുക്കുന്നു. എന്നിട്ട് ആ റവന്യൂവിൻ്റെ വർധനവ് 10% അതിന് മേളിലോ ആയിട്ടുള്ളതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാനവിടെ 10 എന്നുള്ളത് കൊടുക്കുകയാണ്. അതിനുശേഷം അപ്ലൈ ഫിൽറ്റർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ 3 പാരാമീറ്റേഴ്സ് ഉള്ള, അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇനി ലിസ്റ്റ് ആവുക. അപ്പോൾ ഞാനിവിടെ ഈ അപ്ലൈ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കുന്നു. ഇതിൽ അഡീഷണൽ ആയിട്ടുള്ള ഫിൽറ്ററുകൾ കൊടുക്കാം. അപ്പോൾ PE റേഷ്യോ, മാർക്കറ്റ് ക്യാപ്പ് എല്ലാം കൊടുക്കാം. പക്ഷേ അതൊന്നും നമുക്ക് ഈ ഒരു ഫിൽറ്ററിങ് ക്രൈറ്റീരിയയിൽ റെലവൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാനതെല്ലാം റിമൂവ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ 3 ഇത് കൊടുക്കുമ്പോൾ എനിക്ക് വരുന്നത് നവീൻ ഫ്ലോറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അത് ആണ് ഞാൻ കൊടുത്തിട്ടുള്ള ക്രൈറ്റീരിയയിൽ മീറ്റ് ചെയ്യുന്ന എനിക്ക് പറ്റുന്നൊരു സ്റ്റോക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം.
അപ്പോൾ അത് വീണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ കാണാനായിട്ട് സാധിക്കും. ഒരാഴ്ചയിൽ വന്നിട്ടുള്ള ചേഞ്ച്, ഒരു മാസത്തിൽ വന്നിട്ടുള്ള ചേഞ്ച്, ഒരു ഇയറിൽ വന്നിട്ടുള്ള ചേഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കൂ. എന്തുമാത്രം നല്ലൊരു ചേഞ്ചാണ് അവിടെ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്കത് അതിൻ്റെ ഗ്രോത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ സ്റ്റോക്ക് സ്ക്രീനറുകൾ എന്ന് പറഞ്ഞിട്ടുള്ള സംബന്ധം. അത് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാം ഫ്യൂച്ചറിലെ ഉപയോഗത്തിനായിട്ട്. ഇങ്ങനെയാണ് നമ്മളൊരു ആവശ്യമുള്ള ഒരു സ്റ്റോക്ക് അതിൻ്റെ പ്രോപ്പർട്ടികൾ കൊടുത്ത് കണ്ടുപിടിക്കുന്നത്. ഇതിൽ ഫോളോ ചെയ്തിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരും. ടിക്കർ ടേപ്പിൽ ഈ സ്ക്രീനർ എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി മാത്രമല്ല കേട്ടോ. ടിക്കർ ടേപ്പിൽ എന്താണ് വേറെയും കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. സ്റ്റോക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മൂഡ് എങ്ങനെയുണ്ട്, മാർക്കറ്റ് ഇപ്പോൾ എന്താണ് ആളുകൾ ഏത് തരത്തിലാണ് ഇപ്പോൾ നിക്ഷേപിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് എന്തുമാത്രം ഉയരത്തിലേക്ക് പോവും, അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ടിക്കർ ടേപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ എൻ്റെ ഒരു നോട്ടത്തിൽ ടിക്കർ ടേപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രീൻ ചെയ്യാനുള്ള ഫീച്ചർ തന്നെയാണ്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഞാൻ ആ സ്റ്റോക്ക് സ്ക്രീനിങ് ഫീച്ചർ ഉപയോഗിച്ച് 120ഓളം കാര്യങ്ങൾ നമ്മൾക്ക് ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ പ്രോ ഫീച്ചറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സ്വന്തമായിട്ടുള്ള സ്ക്രീനറുകൾ, എത്ര സ്ക്രീനറുകൾ വേണമെങ്കിലും ഉണ്ടാക്കാനും ഫിൽട്ടറുകൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള പ്രൊവിഷനുണ്ട്. അങ്ങനെ നമ്മൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള ഈ സ്റ്റോക്കിൻ്റെ ആ ഇയർലി ചാർട്ടർ നോക്കുക, എന്താ അതിൻ്റെ ഒരു ഭംഗി. അത് മേളിലേക്ക് കയറി പോവുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കയറ്റം 3-4 വർഷത്തേക്ക് തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഇരട്ടിയിലധികമോ ഒക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ സ്റ്റോക്കിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും സ്വന്തമായിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് സ്ക്രീൻ ചെയ്തെടുക്കാനും അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. അത് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടിക്കർ ടേപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾ അതിൻ്റെ സ്ക്രീനർ ഫംഗ്ഷനാലിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്ക്രീൻ ചെയ്യുകയും ചെയ്യാം. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ 8848030018 ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് അവർക്കും കൂടെ ഉപകാരമാവും. ടിക്കർ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള 2 വീഡിയോകൾ കൂടെ ഉണ്ട്. ആ വീഡിയോകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.